അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. ഒരാൾ മരണപ്പെട്ടാൽ അവർ മരണപ്പെട്ടു എന്ന് മാത്രമേ നമുക്കറിയൂ. ഭാര്യ മരണപ്പെട്ടു, മക്കൾ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, ഭർത്താവ് മരണപ്പെട്ടു എന്ന് മാത്രമേ നമുക്കറിയൂ. പക്ഷെ അവരുടെ പിന്നെയുള്ള ജീവിതം, അവരുടെ ആ ഒരു മാനസികാവസ്ഥ നമ്മളാരും ചിന്തിക്കാറില്ല. അവരിപ്പോൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത് എന്ന്. മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളും ജീവശവമായാണ് ഈ ദുനിയാവിൽ ജീവിച്ച് മരണപ്പെടുന്നത്. സഹിച്ചും പുറത്തും പടച്ചറബിനെ ഭയന്ന് അവർ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിതം ജീവിച്ചങ്ങ് തീർക്കുകയാണ്. ഇതൊന്നും ആർക്കും അറിയില്ല, അനുഭവിച്ചവർക്കേ അറിയൂ. പടച്ചറബ് അവർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ഭാര്യയും മകനും നഷ്ടപ്പെട്ട ഒരു യുവാവിന്റെ ജീവിതത്തിലേക്കാണ് ഞാൻ ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. ഭാര്യയും മകനും മരണപ്പെട്ടതിന് ശേഷം അയാളുടെ പിന്നെയുള്ള ജീവിതം. അയാൾക്ക് അത്രക്ക് സ്നേഹമായിരുന്നു, അത്രക്ക് ഇഷ്ടമായിരുന്നു അവരെ. ഇതുപോലെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ചെന്ന് നോക്കിയാലേ അറിയൂ അവരുടെ ആ ഒരു വിഷമവും പ്രയാസവും. പ്രിയപ്പെട്ടവരുടെ വേർപാട് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിലൊന്നാണ്. കാലം മുറിവുണക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചില നഷ്ടങ്ങൾ അത്രമേൽ ആഴത്തിലുള്ളതാകുമ്പോൾ അവയെ അതിജീവിക്കാൻ കഴിയാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരം ഒരു ഹൃദയഭേദകമായ സംഭവമാണ് 45 വയസ്സുകാരനായ സാജിദിന്റെ ജീവിതത്തിൽ ഏതാനും ദിവസം, വെറും 11 ദിവസം മുമ്പുണ്ടായ ഒരു വാഹനാപകടത്തിൽ ഭാര്യയും ഏക മകനും നഷ്ടപ്പെട്ടു. ഒരു നിമിഷം കൊണ്ട് ആ കുടുംബത്തിലെ സന്തോഷം മുഴുവനും ഇല്ലാതായി. അതോടെ സാജിദ് കടുത്ത മാനസിക അസ്വസ്ഥതയിലാവുകയായിരുന്നു. അപകടത്തിന് ശേഷം അയാൾ വല്ലാത്തൊരു മൗനത്തിലായിരുന്നു. സുഹൃത്തുക്കളും ആളുകളോടുമായി ഇടപഴകുന്നത് പൂർണ്ണമായും ഒഴിവാക്കി. നാട്ടുകാരൊക്കെ ഇയാളെ ശരിക്കും കണ്ടിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി. വീട്ടിനുള്ളിൽ തന്നെ ഇരിപ്പാണ്. ആളുടെ മുഖത്തൊന്നും നോക്കാതെ തല താഴ്ത്തിയിരിപ്പാണ്. വല്ലാത്തൊരു ദുഃഖത്തിൽ ഭക്ഷണം പോലും ശരിയായി കഴിക്കാതെ അവശനിലയിൽ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ദിവസവും ഭാര്യയുടെയും മകന്റെയും ആ കബറിടത്തിൽ ചെന്ന് മണിക്കൂറുകളോളം കരഞ്ഞിരിക്കും. ആ കബറിനോട് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചിരിക്കും. ഒടുവിൽ ദുഃഖഭാരം താങ്ങാനാവാതെ അയാൾക്കിത് സഹിക്കാൻ പറ്റാതെ ദിവസങ്ങൾ നീക്കുകയായിരുന്നു. അയാളുടെ മനസ്സ് ഈ ദുനിയാവിലെയല്ല, വല്ലാത്തൊരു ഒറ്റപ്പെട്ട ഒരവസ്ഥ. അയാൾ മാനസികമായി തകരുകയും അയാളുടെ മനസ്സേ ഈ ലോകത്തില്ലാതെ എവിടേക്കോ പോയിരിക്കുന്നു. ഈ ദുനിയാവിലുള്ള ആളുമായി യാതൊരു ബന്ധവുമില്ലാതായിരിക്കുന്നു. അങ്ങനെ അയാൾക്ക് വേദന സഹിക്കാൻ പറ്റാതെ ഈ ജീവിതത്തോട് വിട പറഞ്ഞ് അയാളും യാത്രയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭാര്യയുടെയും മകന്റെയും ഖബറ് ഇരു കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ച നിലയിൽ മരിച്ചു കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത്. ഇത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. ഇതറിഞ്ഞതോടെ പോലീസ് സ്ഥലത്തെത്തുകയും അവരുടെ പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായത് പ്രിയപ്പെട്ടവരുടെ വേർപാട് താങ്ങാനാവാതെ കടുത്ത മാനസിക സമ്മർദ്ദവും ദുഃഖവും അയാളെ ജീവനെടുത്തു എന്നാണ് പോലീസിന്റെ നിഗമനം. ഈ സംഭവം നടന്നിരിക്കുന്നത് സിദ്ദുപൂര ഗ്രാമത്തിലാണ്. ഇതുപോലെ മരണപ്പെട്ട ഓരോ കുടുംബത്തിലും പല വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. എൻ്റെ നാട്ടിൽ നടന്ന സംഭവം തന്നെ ഞാൻ പറയാം. ഭാര്യയെ ഒരുപാട് സ്നേഹിച്ച ഒരു ഭർത്താവ്, അവർക്കൊരു മോനുമുണ്ട്. ഭാര്യയെ അത്രമാത്രം ഇഷ്ടമായിരുന്നു എന്ന് ആ ഭാര്യയുടെ മരണശേഷമാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. ഇത്രയും അധികം ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ എന്ന് നമ്മളൊക്കെ ഒരു നിമിഷം ചിന്തിച്ചു പോയിട്ടുണ്ട്. ഭാര്യ മരണപ്പെട്ട് ഖബറടക്കിയ അന്നേ ദിവസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ ആ ഖബറിടത്തിൽ നിന്നും മാറാതെ നേരം പുലരുവോളം അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. പ്രിയപ്പെട്ട ഭാര്യയുടെ മരണം അയാൾക്ക് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനുമായിട്ടില്ല. കുറേ ദിവസങ്ങളോളം അത് തന്നെയായിരുന്നു പതിവ്. ആ ഖബറിടത്തു നിന്നും മാറാതെ അതിനിങ്ങനെ പരിപാലിച്ചുകൊണ്ട് നിന്നു. 1 2 ദിവസമല്ല, വർഷങ്ങളോളം ആ ഖബറിടം പരിപാലിക്കുകയായിരുന്നു ആ ഒരു ഭർത്താവ്. ഭാര്യയുടെ ഖബറ് സ്വർഗപ്പൂന്തോപ്പാക്കിയ ഭർത്താവിന്റെ കഥ അന്ന് വാർത്തയായിരുന്നു, ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഖബറിന് ചുറ്റും പൂന്തോട്ടമൊരുക്കി ആ മനുഷ്യൻ. സുഗന്ധമുണ്ടാക്കുന്ന പൂക്കളുടെ ചെടികളാകെ നിറച്ച് ആ ഭാര്യയുടെ ഖബറ് സ്വർഗപ്പൂന്തോപ്പാക്കുകയായിരുന്നു. ഖബറിന് ചുറ്റും ഫ്ലവറുകളായിരുന്നു. ആ സുഗന്ധം പരത്തുന്ന ഖബറിനരികിൽ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ അയാൾ അവിടെ യാസീനു മോദി ആ ഖബറിനെ പരിപാലിക്കുമായിരുന്നു. ഇത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് കരുതി, മറ്റുള്ളവരിത് അനുകരിക്കുമല്ലോ എന്ന് കരുതി അവിടെയുള്ള പള്ളിക്കമ്മിറ്റിക്കാർ ഇയാളോട് ഒരുപാട് പറഞ്ഞു നോക്കി, ഉപദേശിച്ചു നോക്കി. അയാൾ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനെ വർഷങ്ങളോളം
ആ ഖബറിനെ പരിപാലിച്ച് അയാളിങ്ങനെ ജീവിച്ചു പോയി. ഏക മകൻ വളർന്നു വലുതായി ജോലിക്കായി പ്രവാസ ലോകത്തേക്ക് പോയി. പിന്നെ ഇയാൾ തനിച്ചായി. അങ്ങനെ ഇത് തുടർന്നുകൊണ്ടിരിക്കെ മകൻ ഗൾഫിൽ നിന്നും ഫോൺ വിളിച്ചപ്പോൾ ഉപ്പയെ കിട്ടുന്നില്ല. ഉപ്പ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ മണിക്കൂറുകളോളം ഉപ്പയെ വിളിച്ചു നോക്കി. ഉപ്പ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവൻ അടുത്തുള്ള സുഹൃത്തിനെ വിളിച്ച് സംഭവം പറഞ്ഞു. ഞാൻ ഒരുപാട് തവണ ഉപ്പയെ വിളിച്ചു, ഉപ്പ ഫോൺ എടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന്. അത് പറഞ്ഞതും ആ സുഹൃത്ത് ആ വീട്ടിലേക്ക് ചെന്ന് നോക്കി. ആ വീട്ടിലെത്തി കതക് തട്ടി ഒരുപാട് വിളിച്ചു നോക്കിയിട്ടും ആരുടെ അനക്കവും ഒച്ചയുമില്ല. അങ്ങനെ കതക് ശക്തമായി തള്ളി തുറന്നപ്പോൾ കാണുന്നത് ആ മനുഷ്യൻ മരവിച്ച് കിടക്കുന്നതാണ്. രാത്രി അറ്റാക്കായി ആ മനുഷ്യൻ മരണപ്പെട്ടു. ഭാര്യയെ അത്രമാത്രം സ്നേഹിച്ച ആ മനുഷ്യന്റെ ഈ ദുനിയാവിലെ ജീവിതം ഇവിടെ തീർന്നു. അങ്ങനെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുത്ത് തന്നെ ആ മനുഷ്യന്റെ ഖബറും ഒരുക്കി. അങ്ങനെ ഭാര്യയും ഭർത്താവും ആ ഒരു പൂന്തോട്ടത്തിൽ അന്തിവിശ്രമം കൊള്ളുകയാണ്. ഈ സംഭവം ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അറിയുന്നവർക്ക് അറിയാമായിരിക്കും. സ്ഥലവും നാടും ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അതും പറഞ്ഞായിരിക്കും ആളുകൾ എത്തുക. പടച്ചറബ്ബ് അവരുടെ ഖബർ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. പടച്ചറബ്ബ് സ്വർഗ്ഗത്തിൽ ആ ദമ്പതികളെ ഒരുമിപ്പിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു തആല നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.